Somewhere in time, we were here, young, free, and happy. Sometimes life feels like it's running ahead of us. Like I said, deadlines, expectations, the chaos of figuring things out. But then, there are moments that remind us today is the youngest we will ever be. And this trip to Goa? It was exactly that. A reminder to just be in the moment. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഗോവയിലേക്ക് പോവാണ്. ഇപ്പോൾ വണ്ടി കയറി ഏകദേശം 40 മിനിറ്റോളം ആവാറായി. ആലുവ കഴിഞ്ഞു, നെടുമ്പാശ്ശേരി നമ്മൾ ഇന്ന് ഗോവയിലേക്ക് പോകും. ക്യാമറ ആക്ഷൻ. തലതെറിച്ചു. അപ്പോഴാണ് ഞങ്ങള് ബഗ്ഗിനെ നേരിട്ട് കാണുന്നത്. ഞങ്ങൾ ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ ഫോളോവേഴ്സ് ആണ്. അതെ, ഇവനത് കണ്ടിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ബഗ്ഗിന്റെ ഫാൻസ് ആണ്. ബഗ്ഗും പറയാനുണ്ട്. ബഗ്ഗിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ലിപ് ബാം വായിച്ചത്. മറ്റേ മുകേഷിന്റെ സാധനം. ഞങ്ങള് വനിതാ തിയേറ്ററിലൊക്കെ വരാറുണ്ട്. അടുത്ത പെരേര ഒരു കാലം കൊണ്ട് ഡാൻസ് കളിക്കുന്നതാണ് മെയിൻ സ്റ്റെപ്പ്. ഇന്ത്യൻ റെയിൽവേ Sometimes I wonder what it is about holding a camera and capturing these little slices of life that feel so comforting. Maybe it's because when we document things, we are not just collecting memories, we are creating tiny time machines. Years from now, we look back and see this version of ourselves. Free, happy, maybe a little tanned and tired from the sun. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗോവയിലെ മഡ്ഗാവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത് കഴിഞ്ഞിപ്പോൾ നമുക്കിപ്പോൾ സമയം വരുന്നത് 3:40 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹോട്ടലിൽ പോകുന്നു. ചെക്കിങ് ടൈം എനിക്ക് അറിയില്ല. നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള ഏതോ ഒരു ഹോട്ടല് നമ്മുടെ മുതലാളി എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഉറങ്ങിയിട്ട് വീണ്ടും രാവിലെ കാണാം. ഗോവ അടിപൊളിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ 10 മണിയാകും. Vacations aren't just about getting away anymore. They are about slowing down, reconnecting, remembering what it feels like to do nothing and yet feel everything. ഉറക്കൊന്നും ശരിയായിട്ടില്ല. നമുക്ക് ഇവിടെ കുറച്ചൊരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മളത് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ നമ്മളിനി അവിടെ 8 മണിക്ക് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അവിടുന്ന് 9 മണിയാകുമ്പം ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഇവരുടെ ട്രോളിയുടെ പരസ്യം കാണിക്കാൻ ആക്ച്വലി ഇവിടെ ഭയങ്കര തണുപ്പാണ്. വെതറൊക്കെ നോക്കിയപ്പോൾ ഇവിടെ സമ്മർ സീസൺ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ആക്ച്വലി ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ നമ്മൾ കോടയൊക്കെ പോലെ ലിറ്ററലി നമ്മൾ ആകാശത്തോടെ പോകുന്ന പോലെ ആയിരുന്നു. അത്ര തണുപ്പായിരുന്നു. രാമൻ വരുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇപ്പൊ ഇതുവരെ തണുപ്പ് മാറിയിട്ടില്ല. ഇവിടെ ഫാൻസിനെ കൊണ്ട് തോറ്റി അങ്ങ് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹോട്ടലിലോട്ട് പോവാം.
നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. We spent the first day walking through the colorful streets of Panjim. These small moments, they stays with you. They heal in the way that words can't. They remind you to forgive others, yes, but mostly yourself. To let go of the weight we carry every day. And in that letting go, there is peace. സോ ഗൈസ് നമ്മൾ കുറേ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ കുറേ ഫുട്ടേജ് പോയി. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തിരിച്ചു വന്നേക്കാണ്. പൂർണ്ണ നല്ല ലഞ്ചായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഷെയർ ചെയ്ത് എല്ലാം ടേസ്റ്റ് ചെയ്തു. നമ്മളെല്ലാം ട്രൈ ചെയ്തു. സോ ഇനി ഇപ്പം 4 മണിയായി. നമുക്കിപ്പം ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അടുത്ത പാർട്ടിക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പം അതിന് റെഡി ആവാൻ പോവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. ക്രിസ് ഏകദേശം സമയം 2:55. ഇന്നിപ്പോൾ പൂളിലൊക്കെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ളും കളറൊക്കെ പോയി ഭയങ്കര വെള്ളമായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല വിശപ്പുണ്ട്. നമ്മളൊരു താലി കിട്ടുന്ന ഒരു നല്ല ഗോവൻ താലി കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് എല്ലാവരും പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺ സെറ്റാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമ്മളിപ്പോൾ താര കൊക്കനട്ട് റോഡിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെപ്പോഴും ഗോവയിൽ സിനിമയെ കാണുന്ന ലൊക്കേഷൻ. നാട്ടിൽ കാണുന്ന സ്ഥലം തന്നെ ഗോവയിലെ മെയിൻ ഫിലിം ലൊക്കേഷനാണ്. പാലക്കാടിനടുത്ത് നെന്മാറാന്ന് പറഞ്ഞ സ്ഥലമാണ്. ആലപ്പുഴ ഇത് നമ്മുടെ നാടാണെങ്കിൽ എന്തോരം ഭംഗിയുള്ള ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ കേസ് കൊടുക്കും. പാർക്കിംഗ് പാർക്കിംഗ് 10 രൂപ. ഇവിടെ പാർക്കിംഗ് ഫീ 50 രൂപയാണ്. നല്ല ചോട്ടെ ഒരു എന്ത് ബിസിനസ് ഇതിൻ്റെ പുറകിൽ. പബ്ലിക് റോഡായതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കയറാനും ഇതൊരു പ്രൈസ് ചാർജ് ചെയ്താണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊരു വഴി പോലെ അത്രേ ഉള്ളൂ. അതെ, നാട്ടിലൊരു വഴി പോലെ ആലപ്പുഴ പാലക്കാട് ആ ഒരു രീതിയിലുള്ള ഒരു വഴിയാണ്. പക്ഷേ നമ്മൾ കുറേ പടത്തിൽ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ എല്ലാവർക്കും പരിചിതമാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഞാനിപ്പോൾ നമ്മൾ ഒരു ഫിലിം കാണുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഫ്രെയിം നോക്കുമ്പോൾ അതിനുള്ള ഭംഗിയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നേരിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഭംഗി ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷെ എന്നാലും അത് ഇതിൻ്റെതായിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അല്ലേ ലക്ഷ്മി?
വലിയ ഭംഗിയില്ല. നമ്മള് വന്ന സമയത്തിന്റെ ആണോന്ന് അറിയത്തില്ല. മോർണിംഗ് ഒക്കെ ആണെങ്കിലും അതേപോലെ മേ ബി ഇത് സൈക്കിൾ ചെയ്യാനും ഓടാനും ഒക്കെ നല്ലൊരു വ്യൂ ആണ്. പീസ്ഫുൾ വഴിയായിരിക്കും. ശരിയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഭയങ്കര ക്രൗഡാ. ചൂടുകാലായതുകൊണ്ട് വെയിലും കാര്യങ്ങളെല്ലാം കരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതേപോലെ ഇവന്മാരാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇതൊക്കെയാണ് നാട്ടിൽ കണ്ട പൂരം. ഇതൊക്കെയാണ് ഇവന്മാര് നാട്ടിൽ കണ്ട പൂരം. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇത് ഷാക്കിന്ന് അടിച്ചിട്ട് കണ്ണും തിരിഞ്ഞ് ദേവം നിൽക്കണ വൈകി സ്കൂട്ടർ എടുത്ത് ആലപ്പുഴ വന്നില്ല കണ്ണ് കാണ് ആലപ്പുഴ ആണ്. എടാ നിന്നൊന്ന് പരിചയപ്പെടുത്തണം. ഇതാണ് ഇത് കണ്ണാപ്പി. ഗോൾഡൻ നമ്മള് ഏത് ബീച്ചാണ്? കണ്ടോലിം ബീച്ചിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പൊ നമ്മൾ തെങ്ങുംതോപ്പ് കാണാനാണ് പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് തെങ്ങുംതോപ്പ് കാണാൻ പറ്റിയില്ല. തേങ്ങ ഉണ്ടായിരുന്നില്ല. വിളവെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് പച്ചപ്പാടവും നമുക്ക് കാണാൻ പറ്റില്ല. ഡിസപ്പോയിന്റ്മെന്റ്. റേറ്റിംഗ് കൊടുക്കുക ഈ പ്ലേസിന്റെ റേറ്റിംഗ്. അടുത്ത കണ്ടോളിയും വെച്ച് കാണാം. റേറ്റിംഗ് അപ്പൊ തരാം. In between all the music, beaches and the showers, there were quiet moments too. Like watching the sky change color during a sunset, just walking barefoot on the sand and realizing this is enough. This is happiness. ക്യാൻഡോലിം ബീച്ചിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നീ എൻ്റെ ഫ്ലോ കളയുന്നത്. ഈ ഫാൻസിനെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ 7 o'clock എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കിനി അടുത്ത പാർട്ടിക്ക് പോകണം. അതിനെല്ലാവരും റെഡിയായിട്ട് ഇപ്പോൾ തന്നെ ഇറങ്ങുമായിരിക്കും. ഈ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് റെഡിയായി പോകണം. സോ ഗൈസ് നമ്മൾ റെഡിയായി. Here we are. ഇത് ആക്ച്വലി ബാഗയല്ല, ഇതാണ് ബാഗ ബീച്ച്. സോറി, ഇത് ബാഗയല്ല, ഇതല്ല ബാഗ ബീച്ച്. നമ്മൾ പിന്നെയും പണ്ട് വന്ന സ്ഥലം പോലത്തെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അത്രേ ഉള്ളൂ. I have started to feel grateful for things I once took for granted. Grateful for the people in my life, for the breeze, the sand in the air, the colors of the ocean, and the way time slows down when you truly start noticing, for letting me live this life with all its mess and magic. Because feeling this planet, its energy, its rhythm, its beauty, is the biggest gift of all. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഗുഡ് നൈറ്റ് പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം 9:08 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉറങ്ങാനുള്ള സമയമാണ്. അപ്പോൾ നാളെ കാലത്ത് ഒരു 7:30 ആകുമ്പോൾ തന്നെ എറണാകുളം സൗത്തിൽ നമ്മൾ എത്തുന്നതായിരിക്കും. എന്താ കഴിച്ചത്? വെജ് ബിരിയാണി കഴിച്ചു, അണ്ട ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി കഴിച്ചു, വേറെ റബ്ഡി കഴിച്ചു, ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു, അതേപോലെ നമ്മൾ എന്താ പറയുക പനീർ കഴിച്ചു. പറ, ചപ്പാത്തി പനീർ. നീ എന്താ കഴിച്ചു? വെജ് ബിരിയാണി. വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടായി?
ഞാൻ എല്ലാം കഴിച്ചു, റബ്ഡി കഴിച്ചു, കേട് കഴിച്ചു, പക്ഷെ എല്ലാം നൈസായിരുന്നു. ഇനി ഉറക്കത്തിലോട്ടുള്ള പോക്കാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ പാലക്കാട് കണ്ണൻ ഒരാളുണ്ട്, നോക്ക്, അഭിജിത്ത് ബ്രോ. അപ്പൊ വീണ്ടും ഞങ്ങൾ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ഇപ്പൊ നമ്മൾ ഗോവയിൽ വന്നിട്ട് 2 ദിവസമായി. ഈ 2 ദിവസത്തിൽ അവൻ നോർമലായിട്ട് കാണുന്ന ഇന്ന് അവനെ 2 ദിവസം അവൻ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നാളെ രാവിലെ ഗുഡ് മോർണിംഗ് പറയാം. ബൈ.